ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ക്ലെൻസർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് കോംപ്ലക്ഷനൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസേഷൻ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടാനിങ് ഒക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അതായത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ആക്നീസ്, പിഗ്മെൻറ്റേഷൻ, മെലസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെയാണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്താലേ ഉള്ളൂ എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കാനും ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഫേസ് പാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കടലപ്പൊടി ആയിരിക്കും അല്ലേ, അതായത് ഗ്രാം ഫ്ലോർ. അപ്പോൾ ഇതിലും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഗ്രാം ഫ്ലോർ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മിൽക്കില്ലേ, നോർമൽ പാലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിക്ക് മിക്സിറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ടു മച്ച് വാട്ടറി അല്ലെങ്കിൽ ലിക്വിഡി കൺസിസ്റ്റൻസി ആവാനും പാടില്ല. കൺസിസ്റ്റൻസി നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഫേസ് നല്ല രീതിക്ക് തന്നെ ആദ്യമേ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്, ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഒരിക്കലും നനഞ്ഞ മുഖത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് പാറ്ററൊക്കെ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കടലപ്പൊടിയും അതോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മിൽക്കും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സിറ്റ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. കുറച്ചുകൂടി ഒരു ഹൈഡ്രേഷൻ, ആ ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഒരു താല്പര്യത്തിന് ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല കട്ടിക്കുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ പിന്നെ ഫ്രിഡ്ജിലും കൂടെ വെച്ചപ്പം കുറച്ചൊരു കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു റിഫ്രഷിങ് ഉണ്ട്, നല്ലൊരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാം ഫ്ലോർ എന്ന് പറയാൻ നമുക്കറിയാം ആക്നീസ്, പിമ്പിൾസിൻ്റെ സ്കാസ് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനും നമ്മുടെ കോംപ്ലക്ഷനൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് ഡെയിലി യൂസ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. ഇനി ഞാൻ ശരിക്കും എൻ്റെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി നൽകുന്നത് മറ്റൊന്നും കൊണ്ടിട്ടല്ല. കടലപ്പൊടി ഫൈൻ പൗഡർ ആണെങ്കിൽ കൂടെ നമ്മൾ ഇതേപോലെ മിക്സിറ്റ് ചെയ്ത് ഫേസ് പാക്ക് ആക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും. ഒരു എന്താ പറയുക, ഒരു തരിതരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ഓഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജെൻറ്റിലി ഒന്ന് മസാജ് ഓവർ ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. ഈ പാക്ക് എത്ര നേരമാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 15 മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം നമ്മളൊരു 30 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ കടലപ്പൊടിയും പിന്നെ നമ്മൾ മിൽക്കും അല്ലേ ആഡ് ചെയ്യുന്നത്. മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. വെറുതെ നമ്മൾ മിൽക്ക് ഡെയിലി യൂസ് ചെയ്താൽ പോലും നല്ല രീതിക്ക് ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. ഞാൻ എപ്പോഴും ഭാഗ്യത്തിന് പോയില്ല കേട്ടോ, കയ്യിൽ തന്നെ വന്നിരുന്നു. ഇങ്ങനെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഈ ഫേസ് പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ സ്ക്രബിങ് പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയല്ല. പക്ഷെ കടലപ്പൊടി നോർമലി നമ്മൾ വാട്ടർ വെച്ചിട്ടാണെങ്കിലും ഡെയിലി അപ്ലൈ ചെയ്യുക. അതിന് പകരം നമ്മൾ പാലല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഡെയിലി അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല.
ഓയിലി സ്കിന്നാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഡെയിലി അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റനിങ് എന്നൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഡെയിലി എന്താ പറയുക, പാല് മാത്രമായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒരു ക്ലെൻസർ രൂപേണ നമ്മളൊന്ന് ജെന്റിലി മസാജ് ഓവറൊക്കെ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ഓവറോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ പാക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ മാക്സിമം സംസാരിക്കാതിരിക്കുക. ഇവിടെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന പർപ്പസ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഉണങ്ങുന്ന വരെ മിണ്ടാതെ ഇരിക്കുക. ജസ്റ്റ് ഒരു 15 മിനിറ്റേ ഉള്ളൂ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഓരോരോ പാക്കൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ കെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നല്ല രീതിക്ക് എനിക്ക് റിമൂവ് ആയതുപോലെ റെഡ്യൂസ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇവിടെയൊക്കെ തൊട്ട് നോക്കുമ്പോഴും പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴും നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ആയി. ഏറെക്കുറെ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ വാഷ് ഓഫ് ചെയ്യുന്നുള്ളൂ. പറഞ്ഞ പോലെ 15 മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷമാണ് വാഷ് ഓഫ് ചെയ്തത്. അപ്പോൾ ശരിക്കും നോർമലി ഈ ഒരു കടലപ്പൊടി നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആക്കിയിട്ട് നമ്മൾ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പാലും കൂടെ ആയപ്പോൾ പാൽ ഓൾറെഡി വെറുതെ തന്നെ നമ്മുടെ സ്കിന്നിൽ കുറച്ച് നേരം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ലീവിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും അതോടൊപ്പം തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ നന്നായിട്ട് പുറന്തള്ളപ്പെടുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവും. അപ്പോൾ ഈ ഒരു ഗ്ലാം ഫോർ വിത്ത് നമ്മുടെ പാലും കൂടെ ആയപ്പം നല്ല രീതിക്ക് എനിക്ക് റിസൾട്ട് നൽകിയിട്ടുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും അതോടൊപ്പം തന്നെ ഒന്ന് നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഇങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ട് നൽകുന്ന നന്നായിട്ട് മോയ്സ്ചറൈസേഷനും ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മോയ്സ്ചറൈസേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന്. ഒന്ന് പിലിഗ്രിമിൻ്റെ ഗ്ലോ മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ പ്യുവർ ബ്ലിസ് അതും അടിപൊളിയാണ്. ഇതൊക്കെ അഫോർഡബിൾ പ്രൈസ് ആണ്. ഫോക്സ്റ്റൈലിൻ്റെ എനിക്ക് തോന്നുന്നു 200 സംതിങ് റുപ്പീസേ ഉള്ളൂ. പിന്നെ ന്യൂട്രിഡേം നല്ല സംഭവമാണ്, പക്ഷേ കുറച്ച് എന്താ പറയുക പ്രൈസ് കുറച്ച് കൂടുതലാണ്, 1000 രൂപയൊക്കെയാണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂട്രോജീനയുടെ ഒക്കെ മോയ്സ്ചറൈസറും പ്ലമ്മിൻ്റെ ഒക്കെ നല്ലതാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഒരു അടിപൊളി മോയ്സ്ചറൈസർ ഉണ്ട്, അത് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുക്കാം. അതിന് എനിക്ക് തോന്നുന്നു 400 അല്ലെങ്കിൽ 500 സംതിങ് ആണ്. അപ്പോൾ അത്രയും എമൗണ്ട് ഒന്നും കൊടുക്കണം, അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെയുള്ള മോയ്സ്ചറൈസർ ഏതാ, എനിക്ക് നമ്മുടെ എന്താ പറയുക എം കഫേൻ്റെ ക്യാപ്പച്ചീനോ ബേസ് ആയിട്ട് വന്നിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ട്, കോഫി മോയ്സ്ചറൈസർ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ മോയ്സ്ചറൈസേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രാൻഡ് ഉണ്ട്, എനിക്ക് തോന്നുന്നു നിയാന്നാണെന്ന് തോന്നുന്നു, അതും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ അതിൻ്റെ റിവ്യൂസ് ഒന്നും യൂട്യൂബിൽ ഭയങ്കര വൈറലായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഹോണസ്റ്റ്ലി നല്ല മോയ്സ്ചറൈസർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള മോയ്സ്ചറൈസേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഞാനിവിടെ യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് നൽകുന്ന ഒരു പാക്ക് തന്നെയാണ്. നമുക്ക് അപ്ലൈ ചെയ്താൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. ശരിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് ബ്രൈറ്റൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ ഒരു ഡള്ളായിട്ടുള്ള ആ ഒരു സ്കിൻ ടോണൊക്കെ അല്ലെങ്കിൽ ഒന്ന് ഫേസൊക്കെ കാണുമ്പോൾ ഡള്ളായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു റിഫ്രഷ് ലുക്കൊക്കെ നൽകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ, ഒന്നും തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ.